കണ്ണൂർ ജില്ലയിൽ ഒരു കാലത്ത് നടപ്പാക്കിയ രീതിയാണ് കൊല്ലത്തെ കടയ്ക്കലിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവർത്തിക്കാൻ ശ്രമിക്കുന്നതിന് ബി.ജെ.പി. നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ വിജയത്തിന് പിന്നാലെ CPM ആക്രമണത്തിനിരയായ ബി.ജെ.പി. സ്ഥാനാർത്ഥി അനുപമ സന്തോഷിന്റെ വീട്ടിലെത്തിയ ശേഷമായിരുന്നു വി മുരളീധരന്റെ പ്രതികരണം. ജനങ്ങളുടെ പിന്തുണ ഭീഷണിയിലൂടെ നിലനിർത്താമെന്ന് കരുതുന്നുവെങ്കിൽ വ്യാമോഹമാണെന്നും വി മുരളീധരൻ പറഞ്ഞു. കടയ്ക്കലിലെ CPM അക്രമത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയായിരുന്നു വി മുരളീധരന്റെ സന്ദർശനം. കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ വടക്കേവേൽ വാർഡിൽ BJP പ്രതിനിധിയായി വിജയിച്ച അനുപമ സന്തോഷിന്റെ വീട്ടിലെത്തിയ അദ്ദേഹം CPM ഭീഷണിയെക്കുറിച്ചും അക്രമത്തെക്കുറിച്ചും വിശദമായി ചോദിച്ചറിഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏകാധിപത്യത്തിനെതിരായ ജനങ്ങളുടെ ശബ്ദമാണ് അനുപമയുടെ വിജയത്തിലൂടെ ഉണ്ടായതെന്ന് വി മുരളീധരൻ ചൂണ്ടിക്കാട്ടി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ശബ്ദമാണ് അനുപമയുടെ വിജയത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഭീഷണിയിലൂടെ അധികകാലം ഈ അധികാരം നിലനിർത്താൻ സാധിക്കില്ല. ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള അടിച്ചമർത്തലിനെതിരായിട്ട് ഏകാധിപത്യത്തിനെതിരായിട്ട് ശക്തമായിട്ട് നിലപാടെടുക്കും. അനുപമ സന്തോഷിനെ കൂടാതെ കോട്ടപ്പുറത്തെ BJP സ്ഥാനാർത്ഥി ഇന്ദുലേഖയെയും മർദ്ദിച്ചിരുന്നു. ഇതിന് പിന്നാലെ കുറ്റിക്കാട് വാർഡിൽ BJPക്ക് വേണ്ടി മത്സരിച്ച അനൂപിന്റെ വീടിന് പുറത്ത് തീയിടുകയും കട്ടിലുൾപ്പെടെ വലിച്ച് പുറത്തിട്ട് കത്തിക്കുകയും ചെയ്തു. KSFE ചടയമംഗലം ബ്രാഞ്ച് മാനേജർ മുകേഷിന്റെ നേതൃത്വത്തിലായിരുന്നു അനുപമയുടെ വീട് കയറിയ ആക്രമണം. പോലീസിന്റെ സാന്നിധ്യത്തിൽ അനുപമയുടെ ഭർത്താവിനെയും മർദ്ദിച്ചു. BJPയുടെ ആഹ്ലാദ പ്രകടനത്തിനിടെയും CPM ഗുണ്ടകൾ അക്രമം നടത്തി. BJPയുടെ ഒരു വനിതാ പ്രതിനിധി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ പോലും അംഗീകരിക്കാനുള്ള സഹിഷ്ണുത CPM കാട്ടുന്നില്ലെന്ന് വി മുരളീധരൻ വിമർശിച്ചു. എല്ലാവരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ആളുകളായിട്ടാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊള്ളുന്നവരായിട്ടാണ് അവർ ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഒരു സ്ത്രീ ഈ 20 പേരുള്ള പഞ്ചായത്ത് സമിതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധിയായി ഒരു സ്ത്രീ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതിനെ അംഗീകരിക്കാനുള്ള സഹിഷ്ണുത പോലുമില്ലാതെ ആ സ്ത്രീക്കെതിരായിട്ട് അക്രമം അഴിച്ചുവിടാനും അവർക്ക് വോട്ട് ചെയ്തവരോട് നന്ദി രേഖപ്പെടുത്താൻ പോലുമുള്ള അവസരം നിഷേധിക്കുകയും ചെയ്യുന്ന സമീപനം, അങ്ങനെ ഒരു സമീപനമാണിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ സ്വീകരിച്ചതായിട്ട് മനസ്സിലാക്കുന്നത്. കാലങ്ങളായി ബൂത്ത് പിടുത്തവും കള്ളവോട്ടും കൊണ്ട് കടയ്ക്കലിൽ ജനവിധികളെ അട്ടിമറിച്ച CPM BJPക്ക് ജനപിന്തുണ വർദ്ധിക്കുന്നത് മനസ്സിലാക്കി അക്രമത്തിലേക്ക് തിരിയുകയായിരുന്നു. ജനം, കൊല്ലം.